ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വീഡിയോ കണ്ടോ? കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, ഒരു അനിയൻ, ഒരു സഹോദരനാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് എനിക്ക് കമൻറ്റ്സ് ഇടാറില്ല. എനിക്ക് വാട്സപ്പിൽ അതും ഈ കുറച്ച് നേരത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയും, ചേച്ചിയുടെ വീഡിയോ എനിക്കൊരാശ്വാസം തരും, എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടതാ, എൻ്റെ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലുകാരുടെ നല്ല ചികിത്സ കിട്ടാഞ്ഞ് മരിച്ചു പോയതാണ്. അപ്പം പലപ്പോഴും പറയും, ചേച്ചി എനിക്ക് ചേച്ചിയുടെ വീഡിയോ കാണുന്നതൊരു മനസ്സിനൊരിത് കിട്ടുന്നതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പം വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞായിരുന്നു എന്നോട്, ഇത് കേസ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി ഞാൻ പബ്ലിക്കായിട്ട് അത് ഇടാത്തത് എന്നൊക്കെ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, അമ്മമാരുടെ കാര്യങ്ങളും അമ്മമാരെ നോക്കിയും കണ്ടും ജോലി ചെയ്യുന്നതും ഒക്കെ ഇട്ടോണ്ടേ ഇന്ന് എനിക്ക് അതിൻ്റെ കമൻറ്റ് വന്നോണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നെന്നുള്ള. അതാ നമ്മൾ പറയത്തില്ല, കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറഞ്ഞതുപോലെ അമ്മമാരുള്ളപ്പം നമ്മൾ ഒരമ്മയുടെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, മിക്ക ആൾക്കാർക്കും അതിൻ്റെ വില അറിയത്തില്ല. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോ, ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ പഴയ കാലം നമ്മളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസുമായിട്ട് ഭയങ്കര, എൻ്റെ അമ്മയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ഇത്രയും ഞാനിവിടെ ദൂരെ ആണെങ്കിലും അമ്മയുടെ വില എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അമ്മയൊന്നുണ്ടായിരുന്നെങ്കിൽ, അമ്മയൊന്നും അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയെന്ന് പറയുന്നത് അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലുള്ള രീതികളിലാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവർക്കെന്തോ മൊബൈൽ മതി, കമ്പ്യൂട്ടർ മതി, അവർക്ക് കഴിക്കാൻ കിട്ടണം, അവർക്കതിൽ നിന്നുള്ള തമാശകൾ അങ്ങനെയൊക്കെയുള്ളത്. നമ്മളെന്ന് പറയാൻ നമ്മുടെ കാലത്ത് ഇതൊന്നുമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പിന്നെ ഇതിനെ കുറ്റി ഇനി ആരും കുറ്റം പറയാൻ വരണ്ട. അപ്പോൾ ഈ പിന്നെ ഇവൻ പറഞ്ഞ ഉടനെ ഇവനെ കുത്തി ഇതായി, കാരണം അവൻ്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് നാൾ, കാരണം പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ആ ഹോസ്പിറ്റലിൽ എനിക്ക് ആ വീഡിയോയും അയച്ചു തന്നു. പക്ഷെ ഞാനത് കണ്ടു, അതിലെ ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം അത് കേസ് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനതിപ്പോൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞാൽ ആ കൊച്ചും അവനും ഇടാഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, ചേച്ചിയുടെ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ട് സന്തോഷവും ഉണ്ടായിരുന്നു, അതിൽ സങ്കടവും ഉണ്ടായിരുന്നു. കാരണം അമ്മ മരിച്ചിട്ട് അമ്മ അടുക്കി വെച്ചിരുന്ന അടുക്കളയിലെ കാര്യങ്ങളാണെങ്കിലും, അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ പലതും പിന്നത്തേക്കിന് സൂക്ഷിച്ചൊക്കെ വെക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാളത്തെ ഒരു 6 മാസത്തോളം അവരൊന്നും തൊട്ടില്ല. പിന്നെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അമ്മയുടെ ഒരു അടയാളം അതിൽ കാണും, അതിനു വേണ്ടി അങ്ങനെ വെച്ചേക്കുമായിരുന്നു. സത്യം പറയാൻ എനിക്ക് കണ്ണൂടങ്ങ് നിറയുന്നത്, ഞാൻ ചിരിച്ച് പറഞ്ഞുവെങ്കിലും എൻ്റെ മനസ്സങ്ങ് വേദനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ചേച്ചി പറഞ്ഞത് ശരി, ഒരമ്മയുണ്ടെങ്കിൽ ആ വീട് ഒതുക്കി എല്ലാം ഒരു ചിട്ടയുണ്ട്. ഒരു വീട്ടിലൊരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ആ വീട് അധോഗതിയാണ്. കാരണം എനിക്കും അറിയാം എൻ്റെ സിറ്റുവേഷൻ. ഞാൻ വന്ന സമയത്ത് റേച്ചാൻ്റെ 10ാമത്തെ വയസ്സിൽ, അതായത് എൻ്റെ പ്രൈസമ്മോൻ്റെ പ്രായത്തിലാണ് അവരുടെ മമ്മി മരിക്കുന്നത്. മമ്മിക്ക് ഇങ്ങനെ ന്യൂമോണിയ ഒക്കെ വന്ന് കൂടുതലായി, അങ്ങനെ അന്ന് തൊട്ട്. അതുകൊണ്ട് ഈ റേച്ചാന് എന്ന് പറയുന്നത്, ഞാൻ പറയത്തില്ല, എന്തെങ്കിലും അസുഖമൊക്കെ വന്നാലും പുള്ളി അത് മൈൻഡ് ചെയ്യത്തേയില്ല. കാരണം ആ പ്രായത്തിൽ അവരെ പാമ്പർ ചെയ്യാനായിട്ട് മോനെ ഒരു അമ്മ ഒരു മക്കൾക്ക് അസുഖം വരുന്ന ഉടനെയൊക്കെ ഇങ്ങനെ എൻ്റെ മോനെ, എൻ്റെ കുഞ്ഞിന് വയ്യ ഇങ്ങനെ നമ്മൾ വ്യാകുലപ്പെടുന്നത് പോലെ ഡാഡി ജോലിയുള്ള ആളായിരുന്നല്ലോ, അങ്ങനെ മറ്റൊരാളിൽ നിന്ന് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കെയർ ഒന്നും ഈ റീച്ചാൻ കിട്ടും. റീച്ചാൻ കുറേ ചില കാര്യങ്ങളൊക്കെ എന്നോട് ഓർമ്മ എനിക്ക് വിഷമം വരും. ഞാൻ വന്ന സമയത്ത് ഈ വീടെൻ്റെ ദൈവമേ, ഞാൻ ആദ്യം കയറിയത് അടുക്കള ശരിയാക്കാനാണ്. അവിടെ കരിമ്പും കാട്ടിൽ
ആന കയറി മെനയുന്നത് പോലെ അവിടെ തൊട്ട് ഇവിടെ വരെ എല്ലാ പക്ഷേ തൂത്ത് തുടങ്ങാനും പാത്രം കഴുകാനും ബായി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് ആ ബായി പറഞ്ഞായിരുന്നു, അയ്യോ നീ വന്നു കഴിഞ്ഞ് അടുക്കളയായി ഇവിടെയൊക്കെ കോക്രോച്ചും ഒക്കെ ഭയങ്കരമായിരുന്നു. കാരണം നോക്കിയും കണ്ടും ചെയ്യാം, അവർ ആഹാരം വെക്കുന്നു, കഴിക്കുന്നു, അവർ വന്ന് തൂത്ത് തുടച്ചിട്ട് പോകുന്നു, പാത്രം കഴുകുന്നു. പക്ഷേ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ജീവിതമായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞാൽ ഞാൻ അതൊക്കെയാണ് ഓർത്തത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടു. അപ്പം ഇനി എന്തോ ചെയ്യാനും ദൈവം ആ കുഞ്ഞിന് എല്ലാം സഹിക്കാനായിട്ടുള്ള ഒരു ഒരു ശക്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കങ്ങനെ പറയാം, ഒരാളുടെ സിറ്റുവേഷൻ, ഒരു ജീവിതം അങ്ങനെ വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോഴും ഓർമ്മകൾ തന്നെ ഓർമ്മകൾ. നമ്മുടെ ചില കുഞ്ഞുങ്ങളുണ്ട്, അമ്മ അവർ വെളിയിലൊക്കെ പോയി പഠിക്കുന്ന ഉടനെ എൻ്റെ അമ്മയുടെ വില, എൻ്റെ അമ്മയുടെ വില എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കുന്നവരും കാണും. അതാ ഞാൻ പറയുന്നത്, ഇപ്പം തന്നെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്ന ദൈവമേ. ഞാൻ ഇന്നലെ ന്യൂസിൽ തന്നെ എന്താ പറയേണ്ടത് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മുടെ ലോകം തന്നെ ഇപ്പോൾ ഞാൻ പറയുമായിരുന്നു, എനിക്കിങ്ങനെ എന്തെങ്കിലും അസുഖം ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പം വിശ്വാസമില്ല നമുക്ക് ഹോസ്പിറ്റലുകളിൽ പോകാൻ തന്നെ. എത്ര ന്യൂസുകളാണ് കാണുന്നത് ഹോസ്പിറ്റലുകളിലെ, എന്തെല്ലാം സംഭവങ്ങളാണ് കാണുന്നത്. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അറവക്കശാല എന്ന് തന്നെ വേണേ പറയാം. എല്ലാ ഹോസ്പിറ്റലും ഒന്നും ഞാൻ പറയുന്നില്ല, മിക്ക ഓരോ ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പേടി. ഒരു പനി വന്നാൽ പോലും നമ്മൾ കഴിവ് പോകാതിരിക്കുക, പോകുമ്പോഴല്ലേ ഇതാണെന്ന് പറഞ്ഞേക്കാറ്. ഇങ്ങനെ മനുഷ്യർ പണത്തിന് വേണ്ടി അവരുടെ മനസ്സ് മാറുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്പമെങ്കിലും ദൈവഭയം ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യത്തില്ല. നമ്മളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജോലികൾ നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യും. പക്ഷേ ഇവരൊക്കെ എന്താ ഇപ്പോൾ ചെയ്യുന്നത്, പണം മതി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മിക്കവാറും ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ കാണത്തില്ല, ഈ പറച്ചിലേ കാണത്തുള്ളൂ. ഇൻട്രൊഡക്ഷൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂക്കി വരുന്നത്. അതുകൊണ്ടാണ് എന്നോട് ഇന്നാളെ ആരെന്ന് പറയും, എന്തിനാ എപ്പോഴും ഈ മൂക്കി പിടിക്കുന്നത്, അത് കാണുമ്പോൾ ഒരു ഇതാണ്, ഇടയ്ക്കൊരു ചൊറിച്ചിൽ പോലെ വരുന്നുണ്ട്, അതാ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പലർക്കും അപ്പോൾ ഇങ്ങനെ ഇവൻ ഇങ്ങനെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ പെട്ടെന്ന് അമ്മയോർത്ത്. നമ്മൾ പറയുന്ന ഓരോ വാക്കും പലർക്കും പല രീതിയിലത് ഫീലിംഗ് ചെയ്യും. അഖില് പറയും, ചേച്ചി ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോഴും പിള്ളേർക്ക് ഓരോന്നൊക്കെ വെച്ച് കൊടുക്കുമ്പോഴും അഖില് അമ്മയിൽ നിന്ന് വിട്ടവൻ കാനഡയിൽ നിൽക്കുക. അപ്പോൾ അവനും ചില കാര്യങ്ങളിൽ അമ്മ ചെയ്തു കൊടുത്തതല്ല. ആ സമയത്തും അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയായിരുന്നു. അമ്മയുടെ കാര്യം പെട്ടെന്ന് ഓർക്കും. ഇവിടെ ഞാനും പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വരുമെങ്കിൽ ഞാൻ ഇന്ന് ചിന്തിക്കും, അമ്മയുണ്ടെങ്കിൽ ഒരു തലോടൽ നമ്മളൊന്ന് ആഗ്രഹിക്കും. അമ്മയുടെ ഒരു തലോടലുണ്ടെങ്കിൽ നമ്മളുടെ പകുതി അസുഖങ്ങൾ പോകും. ഇപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തൊന്ന് സംസാരിച്ചാലും നമ്മുടെ പകുതി രോഗം മാറും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല ന്യൂസിൻ്റെ കാര്യം, ഒരു പൊടിക്കുഞ്ഞല്ല, ഒരു 6-7 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, എനിക്കത് പറയാൻ തന്നെ നാണക്കേട്. അവൻ്റെ മാമൻ ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ മനുഷ്യരിപ്പോൾ എന്ന് പറയുന്നത് വെറും അവരുടെ ചിന്തകൾ തന്നെ വേറെ രീതിയിലാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് കേരളയുടെ ഒരു ചാനൽ കണ്ട്, ഒരു യൂട്യൂബർ വിശാലെന്നോ അവൻ്റെ ഓരോ പ്രവൃത്തികൾ, എൻ്റെ ദൈവമേ, അവനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ ഉണ്ട് നമ്മുടെ സമാധി, എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്, വാണി റോസിൻ്റേത്, എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പം നടക്കുന്നത്. മനുഷ്യർക്കെന്ന് പറയുന്നത് എന്താ പറയുന്നത്, അങ്ങോട്ടൊരു നികൃഷ്ട മനുഷ്യരുടെ സ്വഭാവമല്ല ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊക്കെ സുഖിക്കണം, ആർത്ത് നടക്കണം, അങ്ങനെയുള്ള ഒരു ചിന്ത, അവരുടെ പണം ഉണ്ടാക്കണം. ലോകം അവസാനിക്കാറായി, കാരണം അന്ത്യകാലം ആകാറായി. ഇതെല്ലാം നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെന്നില്ല. ഇപ്പം ആൺകൊച്ചുങ്ങളെ പോലും മനുഷ്യർ ഇത് മിസ്യൂസ് ചെയ്യുന്നു എങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തുവാ? അതനുസരിച്ച് ഞാൻ നോക്കുമ്പം പേരൻസുമാരും ചിന്തിക്കണം. ഞാൻ ചിലപ്പോൾ ഇതിലേ നോക്കുന്നത് ചില പെൺകൊച്ചുങ്ങളുടെ ഓരോ ഡ്രസ്സ് ഇട്ട് പോകുന്ന കണ്ട നമ്മൾ പെണ്ണുങ്ങളാണെങ്കിൽ തന്നെ നോക്കിയിരുന്നു. പിന്നെ ആണുങ്ങളെ കുറ്റം പറയണം. ചില പേരൻസ്, മാതാപിതാക്കൾ അങ്ങനെയുള്ളതിൽ ഞാൻ അമ്മമാരെ കുറ്റം പറയത്തുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് ആൺകുട്ടികളുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ്
ഒന്ന് മര്യാദക്കിട്ട് നടത്തിക്കണം. ആൺപിള്ളേർ അതിനേക്കാൾ മാന്യമായിട്ടാണ് ഡ്രസ്സ് ഇട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഓരോ ചില കൊച്ചുങ്ങളുടെ ഓരോ ഡ്രസ്സും നടപ്പും കണ്ടാൽ ചിലപ്പോൾ ഞങ്ങൾ പ്രെയർ കഴിയുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബാറുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്ന കാണണം, അന്തിച്ചു പോകും നമ്മൾ. സാധാരണ ആണുങ്ങൾ സിഗരറ്റ്, ഈ പെണ്ണുങ്ങൾ അവരെയൊക്കെ കണ്ടാലോ എന്ത് സ്റ്റൈലൊക്കെ വല്ല ഉള്ള വീട്ടിലെ പെൺകൊച്ചുങ്ങൾ അങ്ങനെ ആണ്, പാവങ്ങളില്ല. അവരുടെ ഓരോ സ്റ്റൈലും ഡ്രസ്സും നിൽപ്പും ഒക്കെ കണ്ടാൽ ആണുങ്ങളുടെ കൂട്ടാണ് നിന്ന് സിഗരറ്റ് വലിച്ചു വിടുന്നത്. കാലം പോകുന്ന പോക്ക് നോക്കിക്കേ. എന്തോ ചെയ്യും. അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മളവരെ കെയർ ചെയ്യുന്നു. എപ്പോഴും എൻ്റെ ഞാനെപ്പോഴും പ്രാർത്ഥന, എൻ്റെ ദൈവമേ കുഞ്ഞുങ്ങൾ വെളിയിൽ പോകുമ്പം പന്നക്കൂട്ടുകാരിൽ അകപ്പെടാൻ നോക്കൽ. ഒരു നിമിഷം പോരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പടുക്കുഴിയിലോട്ട് വീഴാനായിട്ട്. ഇതുപോലുള്ള ആൾക്കാരല്ലേ പറയും, എടാ ഒരു സിഗരറ്റാന്നേലും അല്ലാതെ ഡ്രഗ്സ് ആണെങ്കിലും എടാ ഒന്ന് വലിച്ചോ. ഒന്നങ്ങനെ വലിക്കുന്ന ഉടനെ പിന്നെ അവർക്കതിൻ്റെ സുഖം കിട്ടി അവർ വീണ്ടും 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 സുഖം തേടിപ്പോകും. അതുകൊണ്ടാണ് എപ്പോഴും ഞാനിപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലെല്ലാം ഒതുങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളാൽ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇതാ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ സ്നേഹവും ബഹുമാനവും ഭയവും ദൈവഭയവും ഒന്നുമില്ലാതെ നടക്കുന്നവരുടെ മനസ്സിലാണ് ഇതൊക്കെ വരുന്നത്. ക്രൂരത. നമ്മുടെ മനസ്സിലൊരു ഇത്തിരിയെങ്കിലും ദൈവഭയോ ഏതാണ് ഭഗവത്ഗീത ബൈബിളാണെങ്കിൽ ബൈബിൾ, ഖുറാനാണെങ്കിൽ ഖുറാൻ മക്കളെയൊക്കെ വായിപ്പിച്ച് മനസ്സിലാക്കി അവരുടെ ഉള്ളിലൊരു ഇത്തിരിയെങ്കിലും അതൊന്ന് ചിന്തിക്കുക. ഒരു കുറച്ച് സമയമെങ്കിലും അങ്ങനെയുള്ളവർ അങ്ങനെ പടിക്കുഴിയിൽ പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ പറയാൻ എന്ന് വെച്ചാൽ നമ്മൾ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഈ ലോകം വരുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ, എന്തൊക്കെ സംഭവങ്ങളാണ്. കുഞ്ഞുങ്ങൾ പോകുമ്പം തൊട്ട് മനുഷ്യന് ടെൻഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ പിള്ളേച്ചൻ പറയും, എനിക്ക് ഭയങ്കര ഞാണേ അവനെ വിളിക്കാൻ പോകണ്ട, അവിടെ കൂട്ടുകാരുണ്ടല്ലോ അവരുടെ കൂടി. ഞാൻ പറയിച്ച എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ പറയിച്ച എത്ര നാൾ നമ്മളങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറയും. സ്പേസ് അങ്ങ് കുറയുക, വീഡിയോ കുറേ ഡിലീറ്റ് ചെയ്യണം. നമ്മുടെ വീട് നമുക്കറിയാം. നമ്മളാ കഴിയുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പം ഇന്നിനിയിപ്പോൾ വീഡിയോ ഇടാനുള്ള സമയമില്ല. എന്താണ് താഴെ പോകുന്നില്ല. ഇന്നലെ നീ പഠിച്ചില്ല, പഠിക്കാൻ വേണ്ട. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടാതിരി. അപ്പോൾ ഇതൊക്കെയാ കാര്യങ്ങൾ. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി, കുഞ്ഞല്ല അവന് 30 വയസ്സിൽ കൂടുതലുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ അവൻ ഇപ്പോഴും അമ്മയെപ്പറ്റി അവന് വിഷമമാണുള്ളത്. എന്തോ ചെയ്യുമ്പോഴും ഇപ്പം എല്ലാം ഓരോന്നൊക്കെ അവൻ തന്നെത്താൻ ചെയ്ത് പഠിച്ചു വരുന്നു. അമ്മയില്ലെന്നുള്ളൊരു മൈൻഡിലൊരു ഇതവന് ഉൾക്കൊള്ളാൻ ഉള്ളൊരു മനസ്സ് അവൻ കൊണ്ടുവരിക. ഒരമ്മയുടെ വില അന്ന് ഞാൻ പറയുന്നത് പോലെ അമ്മ കൂടെ ഉള്ളപ്പോൾ ആർക്കും മനസ്സിലാവത്തില്ല. കേസില്ല. ഞാനിപ്പോൾ കുറച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ ഇച്ചിരി കുറച്ച് GB കിട്ടി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അപ്പോൾ ഇന്നലെ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ജെനിഫർ എൻ്റെ ചേച്ചി ശരിയാ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവരാണെങ്കിൽ കുറച്ച് നേരമെങ്കിലൊക്കെ ഒന്ന് റെസ്റ്റേലും എടുത്തിട്ട് ചെയ്യാൻ നോക്കാം. ഈ ജോലിക്ക് പോകുന്നവരാകുമ്പം കഷ്ടം, ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് അടുത്ത ജോലി ചെയ്യണം. പിന്നെ വീട്ടിലുള്ള കൂടുള്ള ഹസ്ബൻഡൊക്കെ നല്ലവരാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുക. അവളുടെ ഹസ്ബൻഡ് നന്നായി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ചില ആണുങ്ങളുണ്ട് അങ്ങനെ അവരും ജോലിക്ക് പോകുന്ന, വൈഫും ജോലിക്ക് പോകുന്ന. പക്ഷേ വീട്ടിൽ വന്ന് വീണ്ടും വൈഫ് ജോലി ചെയ്യണം, ഹസ്ബൻഡ് ഒന്നും സഹായിച്ചു കൊടുക്കത്തില്ല. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ രണ്ടുപേരും ഈക്വലായിട്ട് എൻ്റെ ഭാര്യ എന്നാൽ ജോലിക്ക് പോയി, അവളും കഷ്ടപ്പെട്ട് വന്നെയാ, ഞാനും ചെയ്യാമെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഈക്വലായിട്ട് ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിനും ഒരു സന്തോഷം കിട്ടും, ജോലിയും പെട്ടെന്ന് തീർക്കും. അങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഞാൻ അതുകൊണ്ട് എനിക്ക് അടുക്കള ജോലി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കാത്തവരുണ്ട്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ലേ, ആരും എന്നെ കല്ലെറിയരുതേ. ഞാൻ പാവമാണ്, ഞാനൊരു പാവമാണ്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോയോട് ഇടുന്നില്ല. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കിനി വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, സ്ഥലമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. നമുക്കെല്ലാവർക്കും അന്യോന്യം പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി
ഇപ്പം ഞാൻ നോക്കിയിട്ട് ഈ ബോംബെയിലൊക്കെ ത്തിനേക്കായി കഷ്ടമാണ് നമ്മുടെ കേരളം. ഞാനിപ്പോൾ ഇന്നും കേരളത്തിന് വേണ്ടി കേരള ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയവല്ല, ഞാൻ പറയുക നമുക്ക് കഴിയുന്നത് പോലൊക്കെ നമ്മളും ഇരുന്ന് പ്രാർത്ഥിക്കാം. കാരണം അവർ നന്നായാലേ നമുക്കും പ്രയോജനമുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ഓക്കെ, എൻ്റെ എല്ലാ പഴയ ആൾക്കാരും കമൻസ് ഇടുന്നവരൊക്കെ വന്ന് കമൻസ് ഇടണേ. ഓക്കെ.